Good morning. Welcome to Teen's Kitchen Secrets. ഇന്ന് നമുക്ക് നല്ലൊരു ബിരിയാണിക്കും ചോറിനും എല്ലാം ചേരുന്ന നല്ലൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ടും ഈന്തപ്പഴവും കൂടെ ചേർന്നിട്ടുള്ള ഒരു അച്ചാറാണ്. എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ല അടിപൊളി ഒരു അച്ചാർ. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാവേ. ഞാനിവിടെ ഒരു 2 ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞ്, നമ്മൾ വെജിറ്റബിൾ കട്ടർ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് ഒന്ന് കറക്കിയാൽ മതി, നല്ല പോലെ ചെറുതായിട്ട് കിട്ടണം. അതൊരു 2 എണ്ണം, 1/2 കിലോ ഉണ്ടാവുമേ. അതിനാവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ, ഈന്തപ്പഴം ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുവാണ്. ചെറിയൊരു മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കും ഞാൻ, പക്ഷേ ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവേ. ഇവിടെ അധികം എരിവ് വേണ്ട, അതുകൊണ്ടാണ് 2 പച്ചമുളക് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ പൊടികൾ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഉലുവ ഞാൻ പൊടിച്ചിടുന്നില്ല, അത് കടുക് പൊട്ടിക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിലിട്ട് പൊട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കണേ. കുറച്ച് ഉലുവയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവേ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, അതും കൂടി ഈ കൂട്ടത്തിൽ അങ്ങ് ഇട്ടേക്കണം. ഈ കടുകും ഉലുവയും കൂടെ കിടന്നൊന്ന് പൊട്ടി വരണേ. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് 3 കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഗ്യാസിൻ്റെ ഫ്ലെയിം അധികം അങ്ങ് കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ല പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. ഈ അച്ചാർ ഭയങ്കര ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് കേട്ടോ. ആ ഒരു മധുരവും എല്ലാം കൂടെ അങ്ങ് വരുമ്പോൾ, ചിലർ ഈ ബീട്രൂട്ട് തന്നെ ഇട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഇതിനകത്ത് ഈ ബിരിയാണിക്കകത്തൊക്കെ നമുക്ക് അച്ചാർ കൂട്ടുമ്പോൾ ഒരു സ്വല്പം മധുരം ഉള്ളതാണ് നല്ലത്. അപ്പം അത് കാരണം ഞാൻ ഇത് ബിരിയാണിക്ക് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ചോറിനും നല്ലതാണ് കേട്ടോ, ചോറിൻ്റെ കൂടെയും നല്ല. ചിലർക്ക് മധുരം ഇഷ്ടമല്ല, അതാണ് ഞാൻ പറഞ്ഞത്. മധുരം ഇഷ്ടമല്ലാത്തപ്പോൾ ബീട്രൂട്ട് മാത്രം ഇട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് ആ വെള്ളം ഒന്ന് വറ്റണേ, ചെറുതായിട്ടൊന്ന് മൂക്കണം, എന്നാലും ആ വെള്ളമൊക്കെ എങ്ങോട്ട് മാറി, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകത്തില്ലേ. ഈ വെളുത്തുള്ളി ഇഞ്ചിയും ഒരു നന്നായിട്ട് മൂത്ത് വരുന്നുണ്ടേ. ഇതൊന്ന് ഡ്രൈ ആകണം കുറച്ച്, കാരണം അച്ചാറിനകത്ത് വെള്ളമായ ഒട്ടും പാടില്ല. ഇതിനകത്തിട്ട് നമുക്ക് ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനകത്തും നമ്മൾ ഈ കഴുകിയൊക്കെ വെച്ചേക്കുന്നതല്ലേ, അപ്പോൾ അതിനകത്തും കാണും കുറച്ച് വെള്ളം. അപ്പം അതും ഒന്ന് ഫ്രൈ ആയിട്ട് വരണേ. കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ, അത് കാരണം നിങ്ങൾ ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ടേക്കണം. അതിനുശേഷം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതും കൂടി ഇതിനകത്തോട്ട് ഇടണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ എണ്ണയ്ക്കകത്ത് കിടന്നത് നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടണം. തീരെ പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത് കേട്ടോ, അത് കാരണം പെട്ടെന്ന് അത് കുക്കായി കിട്ടും. ഇത് ഇങ്ങനെ വഴറ്റുകയൊന്നും ചെയ്യാതെ ബീട്രൂട്ട് പച്ചടി ഇതെല്ലാം കൂടെ അരിഞ്ഞ് നന്നായിട്ട് ചേർത്ത് അങ്ങനെ പച്ചയ്ക്ക് ഇടുന്നു കേട്ടോ. ഇതുപോലെ തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ വഴറ്റാതെ ചെയ്യും, വിനീഗറൊക്കെ ഒഴിച്ചിട്ട്. അത് വേറൊരു ദിവസം ഞാൻ കാണിച്ചു തരാവേ. അത് ബീട്രൂട്ട് മാത്രം ഇട്ട് വെക്കുന്നതാണ്, അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇട്ടു.
ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഉപ്പ് എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വേണം ഇടാൻ. ഇത് അച്ചാറാണ്, അത് കാരണം നമ്മൾ ഈ വിനിഗറൊക്കെ കൂടെ ചേർക്കുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് നിന്നാലും കുഴപ്പമില്ല. അല്ലാതെ കറികൾക്കൊക്കെ എപ്പോഴും നമ്മൾ ഉപ്പ് കുറേച്ചേ ഇട്ട് കൊടുക്കുകയുള്ളൂ. ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ ആ കറിക്ക് ഒരു ടേസ്റ്റും വരത്തില്ല. അതൊക്കെ നമ്മൾ നോക്കി ഒക്കെ ചെയ്യണേ. ഇത് വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു അച്ചാറും കൂടാണ്. ഇത് കണ്ടോ, ആ ഒരു ഡാർക്ക്, ആ ഒരു വയലറ്റ് അല്ല, ഒരു നല്ലൊരു പർപ്പിൾ കളറും പിന്നെ ആ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു വൈറ്റ് കളറും കറുവേപ്പിലയും എല്ലാം കൂടെ ചേരുമ്പോഴേ ഒരു നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ. നമ്മൾ കാണുമ്പോൾ നല്ല നമുക്കൊരു കൗതുകവും ഒരു ഇഷ്ടമൊക്കെ നമുക്ക് തോന്നുമല്ലോ, അന്നേരം കഴിക്കാനും അതുപോലെ നമുക്ക് തോന്നും. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ വഴറ്റാൻ തുടങ്ങിയിട്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഈ ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അങ്ങോട്ട് ചേർക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് ഇതിനകത്ത് കിടന്നൊന്ന് കുക്കാവും. സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോണേ. വിനിഗറും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ വേണം നമുക്ക് കറക്റ്റ് ഉപ്പ് അന്നേരം അറിയത്തുള്ളൂ. അതിൻ്റെ ആ പുളിയെല്ലാം കൂടെ വന്ന് കഴിയുമ്പോഴേ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ നാരങ്ങയും ഡേറ്റ്സും കൂടി ഇട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാമല്ലോ, അത് നല്ലതാണ് ഈ ബിരിയാണിയുടെ ഒക്കെ കൂടെ. ഈന്തപ്പഴവും നാരങ്ങയും കൂടെ ഉള്ള അച്ചാറും പിന്നെ ഈന്തപ്പഴവും ബീട്രൂട്ട് അച്ചാർ, ഇതിനൊക്കെ ചെറിയൊരു മധുരവും എരിവും ഉപ്പും എല്ലാം കൂടെ ആകുമ്പോഴേ നല്ല സുഖമാണ് കഴിക്കാൻ. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള അച്ചാറും കൂടെ ആ സൈഡിലോട്ട് വെച്ച് കൊടുത്താൽ എല്ലാവരും ഹാപ്പി ആയിട്ട് കഴിച്ചിട്ട് പോകും. ഒരു 3-4 മിനിറ്റ് ഇതിങ്ങനെ വഴറ്റണേ, എന്നാലേ അത് കുക്കാകത്തുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള അച്ചാറാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇച്ചിരി ലൂസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ല ഡ്രൈ ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണ്ട കേട്ടോ. ചിലർക്കുണ്ട് ഇച്ചിരി ലൂസായിട്ടിരിക്കുന്ന അച്ചാർ ഇഷ്ടം. ലൂസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസല്ല, ഒരു സ്വല്പം കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കണമെന്ന്. അങ്ങനെയുള്ള ഒരു വെള്ളം തിളപ്പിച്ച് അതൊന്ന് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല ഡ്രൈ ആയിട്ട് ഇഷ്ടമെങ്കിൽ വെള്ളം ഒഴിക്കരുതേ. ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മൾ ഉപയോഗിച്ചും തീർക്കണം, അതാണൊരു പ്രശ്നം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇതിട്ട് കഴിഞ്ഞ് ഇത് നല്ലപോലെ ഇത് സിമ്മിലാക്കിയേക്കണേ. എന്നിട്ട് അത് നല്ലപോലെ 2-3 മിനിറ്റ് വഴറ്റി ആ പച്ചമണമൊക്കെ മാറണം ആ മുളക് പൊടിയുടെ. സാധാരണ നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ ഇതുപോലെ പൊടികൾ വഴറ്റുന്നത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആ പൊടിയിട്ടാണ് ആദ്യം വഴറ്റുന്നത്. ഇതിപ്പം ഈ ബീട്രൂട്ട് കുറച്ച് നേരം ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ബീട്രൂട്ടും ഈന്തപ്പഴവും കൂടി ഇട്ട് വഴറ്റുന്നത്. ഇതിൻ്റെ പച്ചമുളകും കൂടെ മാറിക്കഴിഞ്ഞാൽ ഇത് റെഡിയാവും. പിന്നെ നമ്മൾ വിനീഗർ മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. വിനീഗറിൻ്റെ കൂടെ ഞാനൊരു സ്വല്പം മധുരം, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുവേ. ഇതൊരു മധുരമുള്ള ചെറിയൊരു മധുരമുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ഈ പുളിയുടെ എല്ലാം ഒന്ന് സെറ്റായി കിട്ടാൻ നമ്മളൊരു സ്വല്പം മധുരം കൂടെ ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് ഈന്തപ്പഴം ഉണ്ട്, എന്നാലും ആ പുളി നമ്മൾ വിനിഗർ നന്നായിട്ട് ഒഴിക്കും ഇതിനകത്ത്. വേറെ വെള്ളമൊന്നും ഞാനിപ്പോൾ ചേർക്കത്തില്ല. ഇത് നന്നായിട്ട് കുക്കായിട്ടുകൊണ്ട് ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണവും എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വിനിഗർ ചേർത്ത് കൊടുക്കാം. ചിലർ അച്ചാർ പൊടി ചേർക്കും. അച്ചാർ പൊടി ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറേ നേരം വഴറ്റി കഴിയുമ്പോഴേ നമ്മുടെ കൈക്ക് ചെറിയ വേദന വരും. ചെറിയ വേദനകളൊക്കെ ഇങ്ങ് പോട്ടെന്ന് വെക്കും അല്ലേ. ഇതിനകത്ത് ഞാൻ 3 ടേബിൾ സ്പൂൺ വിനാഗിരി ആദ്യം ഒന്ന് ഒഴിച്ച് നോക്കുവേ. പുളി പോരാങ്കിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിക്കും. കണ്ടോ, ഇപ്പം നല്ല പോലെ കുഴഞ്ഞ ടൈപ്പായി. കണ്ടോ, നമ്മൾ ആ ബീട്രൂട്ട് ഇട്ട പോലെ അല്ലല്ലോ ഇപ്പം. അത് നമ്മൾ നന്നായിട്ടൊന്ന് ആ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയ കാരണമാണ് ഇതിങ്ങനെ നന്നായിട്ട് വന്ന്. ഈ സമയം ഇച്ചിരി ഉപ്പ് നോക്കിക്കോണേ. കുറച്ചുകൂടെ വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ. ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത്. അപ്പം മൊത്തം 5 ടേബിൾ സ്പൂണാണ് ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു സ്വല്പം പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവേ. 1/2 ടീസ്പൂൺ, ഒരുപാട് വേണ്ട, 1/2 ടീസ്പൂൺ മതിയേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ ഈന്തപ്പഴം ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡിയായി. കണ്ടോ, നല്ല പോലെ കുഴഞ്ഞ് നല്ല പരുവമായിട്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് സ്വല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണേ.
ഇത് കാണാൻ തന്നെ എന്നാ ഭംഗിയാന്നറിയോ ബീട്രൂട്ട് അച്ചാർ. കാണാനും ഭംഗിയാ, ഭയങ്കര ടേസ്റ്റും. ഇതെല്ലാം കൂടെ ചേരുന്നതല്ലേ, മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം കൂടെ ചേർന്ന നല്ല അടിപൊളി ഒരു ബീട്രൂട്ട് ഈന്തപ്പഴം അച്ചാറാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മളൊരു കുപ്പിയിലോട്ടാക്കണം. ഇതിനകത്ത് നമ്മൾ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല, വെള്ളം ഒട്ടുമേ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം നല്ല പോലെ ഇങ്ങനെ ഇരിക്കും. ലൂസായിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടമുള്ളവർക്ക് അരക്കപ്പ് വെള്ളം വേണേൽ തിളപ്പിച്ച് അത് തണുപ്പിച്ചതിന് ശേഷം ശകലം ലൂസാക്കി കൊടുക്കാം. ഇതാ നല്ലത്. ബിരിയാണിയുടെ കൂടെയൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെക്കാൻ ഇതാ നല്ലത്. അതൊക്കെ ലൂസാകണോ ഇങ്ങനെ ഇരിക്കണോ എന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം നമ്മുടെ ഈന്തപ്പഴം ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡിയായി. ഇത് തണുക്കുമ്പോൾ നമുക്കൊരു കുപ്പിയിലോട്ട് മാറ്റാവേ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് പറയുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ. നമ്മുടെ ബീട്രൂട്ടും ഈന്തപ്പഴവും കൂടെ ഉള്ള അച്ചാർ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ടേ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പിയില്ലാത്തോട്ട് കയറ്റണം. ഒട്ടും വെള്ളമയം കാണരുത്. വെള്ളമയം ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് ഇത് കോരി വെക്കാവേ. അതുപോലെ ഇത് എടുക്കുന്ന സ്പൂണും ഒക്കെ നല്ല ഡ്രൈ ആയിരിക്കണം. ഒരു ടിഷ്യൂ പേപ്പർ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ആ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഈ സ്പൂൺ ഒന്ന് തുടച്ചിട്ടൊക്കെ എടുക്കാവുള്ളേ. അപ്പം നമുക്ക് കുറച്ച് നാൾ കേടാകാതിരിക്കാൻ പറ്റും. ഇതിനകത്ത് ഒട്ടും വെള്ളമില്ലാത്തതുകൊണ്ട് കുറച്ച് നാൾ ഇരുന്നോളൂ ഇത്. ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇത് നല്ല ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ വെക്കാൻ നല്ല ഒരു അച്ചാറാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത്, അച്ചാർ എപ്പോഴും അങ്ങനെ വേണം, അകത്ത് ആ ഒരു ഗ്യാപ്പ് വരരുത്. കുപ്പിക്കകത്ത് ഇങ്ങനെ നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് അകത്തേക്ക് വെക്കണം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടും വളരെ കളർഫുള്ളും കൂടാണ്. ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കാനൊക്കെ പറ്റിയൊരു പിക്കിളാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.